ഹായ്, എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ എൻ്റെ പേര് സിനി രാജു. ഞാൻ കൊട്ടാരക്കര. എന്നാ പറയാം, എനിക്കൊന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 2019 വിത്തൗട്ട് ലൈസൻസിലാണ് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്ത്. അങ്ങനെ കോവിഡൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഞാൻ വരികയാണ് ചെയ്തത്. ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടും അങ്ങനെ ഞാൻ അവിടെ നിന്ന് വരികയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ 3 തവണ പോയി പഠിച്ചു, 3 തവണ പോയി എക്സാം എഴുതി. സൗദിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് 3 വട്ടം കൂടുതൽ എഴുതാൻ പറ്റില്ല. പക്ഷേ ഇതെൻ്റെ വിജയം. 4ാമത്തെ വട്ടത്തിൽ ദൈവം എന്നെ കൈപിടിച്ച് നിർത്തിയത്. അതും അതിനൊരു ഭാഗം, അതിൻ്റെ ഒരു പാർട്ടായി തീർന്നത് ഓയിസ്റ്റർ അക്കാഡമിയാണ്. പക്ഷേ എനിക്ക് 3 വട്ടം ഞാൻ വേറൊരിടത്ത് പോയി പഠിച്ചപ്പോൾ പിന്നെ ഇനി എനിക്ക് ഓൺലൈൻ ഞാൻ പഠിച്ചോളാം, ഇനി എനിക്കൊരു ഹോപ്പും ഇല്ലായിരുന്നു. ഇനിയിപ്പം ഇല്ല, ജയിക്കത്തില്ല എന്നല്ല. അങ്ങനെ ഞാൻ ഓൺലൈൻ, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ ഓയിസ്റ്റർ ഉണ്ട്, അങ്ങനെ പോയാൽ ഞാൻ പറഞ്ഞു ഞാൻ ഓൺലൈൻ പഠിച്ചോളാം, എനിക്കിനി പഠിക്കാൻ വയ്യ എന്ന് വെച്ചാൽ നാണം കെടാൻ വയ്യ അവിടെ പോയിട്ട്. പക്ഷേ മനസ്സോടാണ് ഞാൻ ഓയിസ്റ്റർ തിരുവല്ലയിൽ പോയി അറ്റൻഡ് ചെയ്തത്. പക്ഷേ അവിടുത്തെ ഒരു ഫസ്റ്റ് ഡേ തൊട്ട് നമ്മൾ ഒരിടത്ത് പോയി ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ ഒരു 2-3 ദിവസം കഴിയും. പക്ഷേ ഇത് ഫസ്റ്റ് ഡേ ഒരു 1 അവർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവിടുത്തെ ആളായി മാറും. ശരിക്കും നമ്മൾ വേറൊരിടത്തുനിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതോ. ഞാനൊരു മദറാണ്, എനിക്ക് 2 കുട്ടികളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വേദനയോ അല്ലെങ്കിൽ മക്കളെ വിട്ടിട്ട് വന്നതാണോ, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കോളേജ് ലൈഫില്ലേ, നമ്മൾ നഴ്സിംഗ് പഠിക്കുമ്പോൾ ഒരു കോളേജ് ഹോസ്റ്റലിൽ അങ്ങനത്തെ ഒരു 10 ദിവസം നമുക്കവിടെ കിട്ടുന്നത് ശരിക്കും ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻജോയ്മെൻറ്റ്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഓരോരുത്തരും പോയിട്ട് അവിടെ ചെന്ന് ആ ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ശരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കാട്ടി കൂടുതൽ നമ്മൾ വേറൊരു അക്കാഡമി പോകുമ്പോഴത്തേക്ക് അവിടെ പഠിക്ക് ജയിക്കത്തില്ല, നിങ്ങൾ പഠിക്കില്ല ജയിക്കത്തില്ല, അതായത് ഇതിപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാ, ഇത് ചോദിക്കും അത് ചോദിക്കും, നമ്മുടെ തലയിലങ്ങ് പ്രഷറാണ്. പക്ഷേ സത്യം പറഞ്ഞ ഓയിസ്റ്റർ സാറിൻ്റെ അക്കാലത്തൊട്ട് ഞാൻ വന്നിക്കുക, ഇതുപോലൊരു മോട്ടിവേഷൻ ക്ലാസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുമില്ല, ഇനി കേൾക്കത്തുമില്ല. അതുപോലെ നമ്മൾ ഒരു മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി, നമുക്കിൻ്റെ ഒരു ഫുൾ എനർജിയാണ്. ആദ്യത്തെ ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്. സാറ് പറയുന്നത് നിങ്ങൾ ഇവിടെ പഠിക്കണം, നിങ്ങൾക്ക് ഇപ്പോൾ 10,000-2500 ചോദ്യങ്ങളുണ്ട്, അതൊന്നും നമ്മുടെ തലയിൽ കയറ്റാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഡിസ്കഷൻ ചെയ്തിരിക്കുമ്പോഴത്തേക്ക് നമുക്കത് എവിടെ നിന്നൊക്കെയോ നമുക്ക് ആ ആൻസർ, നമ്മളത് എക്സാം ഹാളിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് എവിടെ നിന്നൊക്കെയോ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് അല്ലെങ്കിൽ അത്രയൊന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ശരിക്കും ഡിസ്കഷൻ ചെയ്ത് നമ്മളവിടെ പഠിക്കുമ്പോൾ അത് പിന്നെ നമുക്കൊരു കമ്പ്യൂട്ടർ, ശരിക്കും ആ കമ്പ്യൂട്ടറായിട്ട് ഫെമിലിയർ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ശരിക്കും അത് പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. എനിക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും പറ്റും, ജയിക്കും ഓരോരുത്തരും. അതും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് എത്ര എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഓയിസ്റ്ററിലെ സർ. പിന്നെ അവിടുത്തെ എല്ലാ സ്റ്റാഫ്, ഫുഡായാലും സൂപ്പർ. എനിക്ക് അവിടുത്തെ ഒന്നും കുറ്റം പറയാനില്ല എനിക്ക്. സത്യം, എല്ലാവരും പോകണം. എല്ലാവരും അവിടുത്തെ, ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു, എൻ്റെ ഹൃദയം നിറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുന്നു. എല്ലാവരും അവിടെ പോയി നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞ ഒന്നും കള്ളവല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സത്യം, ഒരു 100 സംശയങ്ങൾ വെച്ചാണ് നമ്മളവിടെ പോകുന്നത്. പക്ഷെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു സംശയം പോലും നമുക്ക് കാണത്തില്ല, നമുക്ക് ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല. സാർ അതിന് മുമ്പേ എല്ലാം നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യും. ടീച്ചേഴ്സ് ആയാലും നമുക്ക് ക്ലാസ് എടുക്കുന്ന രീതി, ടീച്ചേഴ്സ് നമുക്ക് അത് ക്ലിയർ ചെയ്തു തരും. അതുകൊണ്ട് എല്ലാവരും പോകണം. ദൈവത്തെ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കണം. എല്ലാവരും പാസ്സാവും.